കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. സിൻഡിക്കേറ്റിന്റെ യോഗം വിളിച്ചു ചേർക്കാത്ത വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേരള സർവകലാശാല രജിസ്ട്രാറുടെ നിയമനമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത്. എന്തൊക്കെയാണ് പ്രധാന അജണ്ടകൾ? തീർച്ചയായും അജിംഷാദ്, നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം ഏകദേശം ഒരു വർഷമാകുന്നു ഇവിടെ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട്. നിരവധി തവണയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറോട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് കൂട്ടാക്കാത്തൊരു സാഹചര്യമായിരുന്നു വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ ഇവിടുത്തെ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ കാലാവധി കൂടി കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് പ്രധാന അജണ്ടയായും വരുന്നത്. അതായത് ജനുവരിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നു വൈസ് ചാൻസലർ. പക്ഷേ അത് ഇവിടെ SFIയുടെ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ എത്തിച്ചേരാത്തൊരു നടപടിയായിരുന്നു വൈസ് ചാൻസലർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി നിന്നും തിരിച്ചടി VCക്ക് നേരിടേണ്ടി വന്നിരുന്നു. അടിയന്തരമായി തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഈ മാസം 22-ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് VC തന്നെ ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വിഷയത്തിൽ ഏറെ പ്രധാനമായും ചർച്ചയാകുക രജിസ്ട്രാറുടെ നിയമനം സംബന്ധിച്ചുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം സിൻഡിക്കേറ്റിനാണ് രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ ഉള്ളത്. പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുക എന്നുള്ളൊരു തീരുമാനമാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചിരുന്നത്. അതാണ് ഏറെ തർക്കം സിൻഡിക്കേറ്റിലടക്കം ഉടലെടുക്കാൻ കാരണമായത്. ഈ ഒരു വിഷയത്തിൽ ഏതായാലും ഇന്നും സ്വാഭാവികമായും രാവിലെ 11 മണിക്കാണ് സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും VCയുടെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധത്തിനൊക്കെ ഇടയുണ്ട്. അതുകൊണ്ട് ഏറെ നിർണായകമായ യോഗം തന്നെയാണ്. മറ്റു വിഷയങ്ങളും ഈ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കാരണം ഏകദേശം ഒരു വർഷമാകുന്നു ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി വിഷയങ്ങളാണ് സിൻഡിക്കേറ്റ് പരിഗണിക്കേണ്ടതായി വരിക. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഒക്കെ നീങ്ങുമോ കാര്യങ്ങൾ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഏതായാലും സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇവിടേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അംഗങ്ങൾ അതോടൊപ്പം തന്നെ VC അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സിൻഡിക്കേറ്റ് യോഗം ആരംഭിക്കുന്നതായിരിക്കും. അതിൽ VCയുടെ നിലപാട് എന്തായിരിക്കും എന്നത് തന്നെയാണ് ഏറെ നിർണായകമാകുക. അതനുസരിച്ചായിരിക്കും സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്ന് ഉള്ള നടപടികൾ അല്ലെങ്കിൽ തുടർന്നുള്ള നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിക്കുക. അജിംഷാദ്. ശരി ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.